ഹണി റോസിനെ അപമാനിച്ചുള്ള പരാമർശത്തിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ ഈശ്വർ. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. ശ്യാം ദേവരാജ് ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം എത്തുന്നു. ശ്യാം ദേവരാജ്, നേരിടും നിയമപരമായി താൻ തന്നെ വാദിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങിയിരിക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹണി റോസിനെ അപമാനിച്ചു എന്ന കേസിലാണ് ഹണി റോസ് പരാതി നൽകുമെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നത്. ഇക്കാര്യത്തിൽ തനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും ആക്രമിക്കുമെന്നും അപമാനിക്കുമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഒപ്പം മാധ്യമങ്ങൾ വഴിയും നടത്തിയത് എന്നാണ് ഹണി റോസ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഇത് ഒരു പരാതിയായി പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ല. പക്ഷെ പരാതി വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നുമാണ് രാഹുൽ ഈശ്വർ ഭയപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. രാഹുൽ ഈശ്വറിനെതിരെ മറ്റൊരു പരാതി കൂടി നിലവിൽ പോലീസിനുണ്ട്. തൃശൂർ സ്വദേശി സലീമാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ നേരത്തെ പരാതി നൽകിയത്. ചാനൽ ചർച്ചകളിൽ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തി, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയെന്നായിരുന്നു ഈ തൃശൂർ സ്വദേശി സലീം നൽകിയ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടി മുൻകൂട്ടി കണ്ടാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ രാഹുൽ ഈശ്വർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് തന്റെ കേസ് താൻ തന്നെ കൈകാര്യം ചെയ്യും, വാദിക്കുമെന്നാണ്. പക്ഷേ രാഹുൽ ഈശ്വർ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു അഭിഭാഷകൻ മുഖേനയാണ്, ഹൈക്കോടതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ മുഖേനയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇത് നേരത്തെ തന്നെ ഹണി റോസ് വ്യക്തമാക്കിയിരുന്നത് തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങൾ വഴി ആക്രമിക്കാനുള്ള ആഹ്വാനം നടത്തുന്നു, ആക്രമിക്കുന്നു, അതിന് നേതൃത്വം നൽകുന്നത് രാഹുൽ ഈശ്വറാണ് അടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഹണി റോസ് ഇൻസ്റ്റഗ്രാം വഴിയും മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നേരത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഹണി റോസിന്റെ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസ്. ബോബി ചെമ്മണ്ണൂർ നിലവിൽ മുൻകൂർ ജാമ്യം നേരത്തെ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് തള്ളിയിരുന്നു. നിലവിൽ ആ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിലുമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മുൻകൂർ ജാമ്യം തേടുന്നു രാഹുൽ ഈശ്വർ.